വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വ. ഇവിടെ വൽ ആഖിബത്തു ലിത്തഖ്വ, ആഖിബത്ത് മആൽ, മആൽ ഒടുക്കം, പര്യവസാനം, അതാണ് വൽ ആഖിബ. അവിടെ ആഖിബത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ ഉദ്ദേശം അൽ ആഖിബത്തുൽ ഹസന, നല്ല പര്യവസാനമാണ്, നല്ല പര്യവസാനം. അത് ലിത്തഖ്വ, തഖ്വക്കാകുന്നു എന്നാണ്, തഖ്വക്കാകുന്നു. അൽ ആഖിബത്തുൽ മഹ്മൂദ അല്ലെങ്കിൽ ആഖിബത്തുൽ ഹസന, നല്ല പര്യവസാനം അല്ലെങ്കിൽ മഹ്മൂദത്തായ സ്തുത്യർഹമായ പര്യവസാനം, മടക്കം, അതിൽ ഈ തഖ്വ, തഖ്വക്കാകുന്നു. എന്താ തഖ്വക്കാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഈ തഖ്വ? തഖ്വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഖായയിൽ നിന്നാണ്. വിഖായ എന്താ? പ്രതിരോധമാണ്, പ്രതിരോധ കുത്തിവെപ്പുണ്ടല്ലോ, നരകത്തിൽ നിന്നുള്ള വിഖായ, സുരക്ഷ, അതൊക്കെയോട് ഉദ്ദേശം. അദാബിൽ നിന്നുള്ള വിഖായ, അതെന്താ? അതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അത് ഫിഉലുൽ മഅ്മൂറാത്താണ്, കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യലാണ്. അതേപോലെ തന്നെ തെർക്കുൽ മൻഹിയാത്ത്, വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലാണ്. മൻഹിയാത്താണ് വിരോധങ്ങൾ, മഅ്മൂറാത്താണ് കൽപ്പനകൾ. കൽപ്പനകൾ ചെയ്യലും വിരോധങ്ങൾ വിട്ടു നിൽക്കലും, അത് മറയാക്കുക നരകത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന്. അതിനാണ് തഖ്വ എന്ന് പറയാം. ഈ തഖ്വക്കാണ് എന്ത്? അൽ ആഖിബ, അൽ ആഖിബത്തുൽ മഹ്മൂദ. അത് പ്രാബല്യത്തിൽ അങ്ങനെ ഉണ്ടാവുള്ളൂ. മഅ്മൂറാത്ത് എന്താണ്? കഴിയുന്നിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ അമർതുകും ബി അംരിൻ ഫഅ്തു മിൻഹു മസ്തതഅതു എന്നാണ്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കൽപ്പനകളിൽ നിന്ന് കഴിയുന്നത്ര നിങ്ങൾ ചെയ്യുക. ഫത്തഖുല്ലാഹ മസ്തതഅതു, കഴിയുന്നത്ര. അമ്മ അൽ മൻഹിയാത്ത് വഇദാ നഹൈതുകും അൻ ഷൈഇൻ, ഞാൻ നിങ്ങളോട് വിരോധിച്ചിട്ടുണ്ടെങ്കിൽ വിരോധത്തിൽ നിന്ന് ഫൻതഹു, വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അതിൽ ഒരു കഴിവില്ല, വിട്ടു നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം ആ ഒരു ജീവിതം ഉണ്ട് എങ്കിൽ അവിടെയാണ് എന്ത്? അൽ ആഖിബത്ത്, നല്ല പര്യവസാനം. അത് ഇഹത്തിലും പരത്തിലും, ഇഹത്തിലും പരത്തിലും. തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർദി വലാ ഫസാദ. അതെന്താണ്? പിന്നെന്താണ്? വൽ ആഖിബത്തു തിൽക്കദ്ദാറുൽ ആഖിറത്ത് നജ്അലുഹ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർദി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറഞ്ഞൊരു വിഷയമാണത്. നമുക്ക് ഈ ഇഹത്തിൽ ഒരു നല്ല ഫ്യൂച്ചർ, നല്ല ഒരു മആൽ നമുക്ക് വേണോ? നമ്മൾക്ക് അതിനുള്ള മേൽവിലാസതാണ് തഖ്വയാണ്. ആഖിറത്തിലും നമുക്ക് അൽ ആഖിബ, അത് മഹ്മൂദത്തായി, സ്തുത്യർഹമായി, അൽ ഹസനത്തായി വേണോ? അതിനുള്ള മേൽവിലാസം ഇവിടെ തഖ്വയാണ്. എന്താണ് ഈ തഖ്വ? തഖ്വ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൽപ്പനകളും വിരോധങ്ങളും, കൽപ്പനകൾ പ്രയോഗിച്ചും വിരോധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുമുള്ള ജീവിതം. സുഹൃത്ത് ഖസസിൻ്റെ ഒടുവിലല്ലേ, വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അവിടെ തഖ്വക്ക് എന്നല്ല, പിന്നെ മുത്തഖീങ്ങൾ എന്താണ്? തഖ്വയുള്ളവർക്കാണ്, തഖ്വയുള്ളവർക്കാണ്. ആ തഖ്വ അതാണ് നമ്മൾ ജീവിതത്തിൽ സാക്ഷാത്കരിക്കേണ്ടത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹ് അത്ഖാക്കും. ഉണ്ടോ? അള്ളാഹുവിങ്കൽ ആദരണീയനാരാണ്? അത്ഖാക്കും. ഈ തഖ്വയിൽ ആരാണോ മികച്ചത് അവനാണ് എന്നുള്ളതാണ്. ഏറ്റവും നല്ല തഖ്വയുള്ളവൻ ആരോ അവൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വ. ലാ നസ്അലുക റിസ്ഖ എന്ന് പറഞ്ഞാൽ അവരുടെ റിസ്ക്കും താങ്കളുടെ റിസ്ക്കും ഞാൻ ചോദിക്കണില്ല. അത് നമ്മൾ ഏറ്റെടുത്ത വിഷയമാണെന്നുള്ള അർത്ഥത്തിൽ. അതുകൊണ്ട് നഹ്നു നർസുഖുക, താങ്കൾക്ക് താങ്കളുടെ റിസ്ക് വരും എന്നുള്ള. താങ്കൾക്ക് വരുന്ന പറഞ്ഞെങ്കിൽ താങ്കൾക്ക് വന്നാൽ ആ റിസ്ക് ആർക്ക് കൂടിയുള്ളതാണ്? കുടുംബത്തിലുള്ളവർ കൂടിയാണ് എന്നുള്ള അർത്ഥത്തിൽ.